ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് 10 മാത്സ് ആൻഡ് മെൻ്റബിലിറ്റി ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഫയർ വുമൺ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത് ചോദ്യം നോക്കാം. 12, 18, 24 എക്സെട്ര ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. നമുക്കൊരു ശ്രേണി തന്നു. 12, 18, 24 ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക തൊട്ടടുത്ത 20 പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം. ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് നോക്കാം. 12, 18 18, 24 എന്ന് പറയുമ്പോൾ ഒരേ സംഖ്യ തന്നെയല്ലേ കൂടി പോകുന്നത്. അത്തരം ശ്രേണികൾ നമ്മൾ വിളിച്ച പേര് AP അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഒരു ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക തൊട്ടടുത്ത 20 പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ തരുന്ന എണ്ണത്തിന്റെ സ്ക്വയർ എടുക്കുന്നു. ആ എണ്ണത്തിന്റെ സ്ക്വയറിനെ നമ്മൾ അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുന്നു. തരുന്ന എണ്ണത്തിന്റെ സ്ക്വയർ എടുക്കുക, ഇൻറ്റു ഡി അങ്ങ് ചെയ്താൽ മാത്രം മതി. തരുന്ന എണ്ണം എത്രയാണോ അതിന്റെ സ്ക്വയർ ഇൻറ്റു ഡി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 20 പദങ്ങളുടെ തുക തൊട്ടടുത്ത 20 പദങ്ങളുടെ തുക തന്നിലുള്ള എണ്ണം 20 അല്ലേ. അപ്പൊ ആ 20ന്റെ സ്ക്വയർ ഇൻറ്റു ഡി, പൊതുവ്യത്യാസം, ശ്രേണിയുടെ പൊതുവ്യത്യാസം 12, 18 18, 24 എന്ന് പറയുമ്പോൾ 6 അല്ലേ കൂടി വന്നത്. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് 6 കൊടുക്കുന്നു. 20ന്റെ സ്ക്വയർ നോക്കിക്കേ. 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4. ഒരു 0 വരുമ്പോൾ നമ്മൾ 2 0 കൊടുക്കുന്നു. 2ന്റെ സ്ക്വയർ 4 എന്ന് എഴുതി, ഒരു 0 ആയപ്പോൾ 2 0. 20ന്റെ സ്ക്വയർ 400. 400നെ 6 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. 400 ഗുണം 6. 400നെ 6 കൊണ്ട് ഗുണിച്ചു 2400. ക്വസ്റ്റ്യന്റെ ആൻസർ 2400. അപ്പൊ ഇത്തരം ടൈപ്പുകൾ വന്നാൽ ഒരു സമാന്തര ശ്രേണിയിലെ ഇത്ര പദങ്ങളുടെ തുക തൊട്ടടുത്ത് ഇത്ര പദങ്ങളുടെ തുക തമ്മിലുള്ള തുകകളുടെ വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ തരുന്ന എണ്ണത്തിന്റെ സ്ക്വയർ ഇൻറ്റു ഡി. ഇതിന് മറ്റൊരു രീതിയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി പറഞ്ഞേ. തരുന്ന എണ്ണത്തിന്റെ സ്ക്വയർ ഇൻറ്റു ഡി ചെയ്താൽ മാത്രം മതി. തന്നിലുള്ള എണ്ണം 20 ആണ്. 20ന്റെ സ്ക്വയർ ഇൻറ്റു ഡി. 20ന്റെ സ്ക്വയർ 400. 400 ഇൻറ്റു 6 2400. ആൻസർ 2400. ഓക്കെ അല്ലേ? 20 ടൈം. തൊട്ടടുത്ത 20 ടൈം എന്ന് പറയുമ്പം അടുത്ത വരുന്നത് 21ാമത്തത്, 22ാമത്തെ പദം, 23ാമത്തെ പദം, അങ്ങനെ വന്നു 40ാമത്തെ പദം വരെ. 1 തൊട്ട് 20 വരെയുള്ള പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 20 പദങ്ങളുടെ തുകയും എന്ന് പറയുമ്പം ആദ്യത്തെ 20 പദങ്ങൾ തൊട്ടടുത്ത 21 തൊട്ട് 40 വരെ, 40 വരെ. നോക്കിയേ, 1ാമത്തെ പദത്തിൽ നിന്ന് 21ാമത്തെ പദത്തിലേക്ക് വരാൻ 20 പ്രാവശ്യം ഡി ചേരണ്ടേ. 1ാമത്തെ പദത്തിൽ നിന്ന് 21ാമത്തെ പദത്തിലേക്ക് വരാൻ 20 പ്രാവശ്യം ഡി ചേരണ്ടേ. അതേപോലെ 2ാമത്തെ പദത്തിൽ നിന്ന് 22ാമത്തെ പദത്തിലേക്ക് വരാൻ 20 പ്രാവശ്യം തന്നെ ഡി ചേരണ്ടേ. 3ാമത്തെ പദത്തിൽ നിന്ന് 23ാമത്തിലേക്ക് വരാൻ 20 പ്രാവശ്യം തന്നെ ഡി ചേരണ്ടേ. അങ്ങനെ വന്നു 20ാമത്തിൽ നിന്ന് 40ാമത്തിലേക്ക് വരാൻ 20 പ്രാവശ്യം തന്നെ ഡി ചേരണം. നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി ആകെ ഈ കിട്ടുന്ന വ്യത്യാസത്തിനേക്കാളുടെ ആകെ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ 20 ഡി എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കി. എത്ര ടൈംസ് ഇവിടെ ഉള്ളത്? 1, 2, 3 അങ്ങനെ 20 ടൈംസ് അല്ലേ. അപ്പൊ ഈ 20 ഡി എന്ന് പറയുന്നത് 20 പ്രാവശ്യം വരും. 20 പ്രാവശ്യം ആകുമ്പോൾ 20 ഇൻറ്റു 20 ഡി. ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. 20 ടൈംസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് 20 എഴുതിയത്. 20 ഡി 20 പ്രാവശ്യം വന്നു, അതുകൊണ്ടാണ് 20 ഇൻറ്റു 20 ഡി എന്ന് എഴുതിയത്. ഒന്നുകൂടെ നോക്കുക. 20 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് ഡിയുടെ വില എത്ര വീതം ആഡ് ചെയ്ത് പോകുന്നത്? 6 വീതം അല്ലേ. അതുകൊണ്ട് 6 കൊടുത്തു. 20 ഗുണം 20 400. 400 ഇൻറ്റു 6 2400. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ 2400 കിട്ടിയത്. നിങ്ങൾ ഇത്രയൊന്നും ചെയ്യേണ്ട. തരുന്ന എണ്ണത്തിന്റെ എന്തെടുക്കുന്നു? സ്ക്വയർ എടുക്കുന്നു. അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിക്കുന്നു. ഒറ്റ സ്റ്റെപ്പിൽ തരുന്ന എണ്ണത്തിന്റെ സ്ക്വയർ എടുക്കുക, അതിന്റെ ഡി കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ തന്നിട്ടുള്ള എണ്ണം 20 ആണ്. അപ്പൊ 20ന്റെ സ്ക്വയർ ഇൻറ്റു ഡിയുടെ വില 6 ആയിരുന്നു. 20ന്റെ സ്ക്വയർ 400. 400 ഇൻറ്റു 6 2400. നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ 2400 ആയി. ഇതേപോലെ തന്നെ വരുന്ന കഴിഞ്ഞ LDക്ക് 2021 LDSക്ക് PS ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ബാക്കിയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ 2021 LDC മെയിൻസ് എക്സാമിൻ്റെ ഒരു ചോദ്യം AP ആയിട്ട് ബന്ധപ്പെടുത്തി അവർ ചോദിച്ചു. നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡിൽ മറ്റൊരു ചോദ്യം നോക്കിക്കേ. 4, 8, 12, 16 എക്സെട്ര. 4, 8, 12, 16 എക്സെട്ര. തൊട്ടടുത്തൊരു ശ്രേണി തന്നു 10, 14, 18, 22 എക്സെട്ര. ഈ രണ്ട് ശ്രേണികളുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ചോദ്യം. നമുക്ക് 2 ശ്രേണി തന്നു. ഈ 2 ശ്രേണികളുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് ഒരു മെത്തേഡ് പറഞ്ഞായിരുന്നു. ആ സാധാ രീതി, ബേസിക് റൂള്, അത് വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 ശ്രേണികളില്ലേ. ഒന്നാമത്തെ ശ്രേണി ഞാൻ എഴുതുന്നത് 10, 14, 18, 22 എക്സെട്ര. രണ്ടാമത്തെ ശ്രേണി 4, 8, 12, 16 എക്സെട്ര.
ഈ രണ്ടെണ്ണത്തിന്റെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. AP-യുടെ ഒക്കെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല. രണ്ട് ശ്രേണി ഒന്ന് എടുത്തെഴുതി. ഇനി അതിന്റെ ഓരോ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുകയാണ്. 10ഉം 4ഉമായിട്ടുള്ള വ്യത്യാസം. 10ൽ നിന്ന് 4 കുറയ്ക്കുന്നു. 10ൽ നിന്ന് 4 കുറച്ചെഴുതിയാൽ 6ആണെന്നറിയാം. ഇവിടെ അതേപോലെ 14ൽ നിന്ന് 8 കുറയ്ക്കുന്നു. 14ൽ നിന്ന് 8 കുറച്ചാലും 6ആണെന്നറിയാം. ഇവിടെ 18ൽ നിന്ന് 12 കുറയ്ക്കുന്നു. 18ൽ നിന്ന് 12 കുറച്ചാലും 6ആണെന്നറിയാം. അതേപോലെ 22ൽ നിന്ന് 16 കുറയ്ക്കുന്നു. 22ൽ നിന്ന് 16 കുറച്ചു 6ആണെന്നറിയാം. ഒന്നാമത്തെ വ്യത്യാസം 6, രണ്ടാമത്തെ വ്യത്യാസം 6, മൂന്നാമത്തെ വ്യത്യാസം 6, നാലാമത്തെ വ്യത്യാസം 6 തന്നെ കിട്ടി. ഇവിടെ മൊത്തത്തിൽ എത്ര ടൈംസാ ഉള്ളത്? 20 ടൈംസ് അല്ലേ? അപ്പൊ 20ാമത്തെ വ്യത്യാസം എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഒന്നാമത്തത് 6, രണ്ടാമത്തത് 6, മൂന്നാമത്തത് 6, നാലാമത്തത് 6, 20ാമത്തെ 6 തന്നെ. അപ്പൊ ഈ ടോട്ടൽ വ്യത്യാസം, ആകെ വ്യത്യാസമല്ലേ അവിടുത്തെ വേണ്ടുന്നത്? അപ്പൊ ഈ 6 എന്ന് പറയുന്ന സംഖ്യ 20 പ്രാവശ്യം കിടപ്പുണ്ട്. 6 എന്ന് പറയുന്നത് 20 ടൈംസ് അല്ലേ ഉള്ളേ? 6 20 പ്രാവശ്യം ആയപ്പം 6 × 20. 6നെ 20 കൊണ്ട് ഗുണിക്കുന്നു. 6 × 20 120. ഈ രണ്ട് ശ്രേണികളുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 120. ആ ടൈപ്പ് വന്നാൽ രണ്ട് ശ്രേണികൾ എടുത്തെഴുതുക. ഓരോന്നിന്റെയും ഗ്യാപ്പ് നോക്കുക. 10ഉം 4ഉമായിട്ടുള്ള വ്യത്യാസം 6, ഇവിടുത്തെ 6, ഇവിടുത്തെ 6, 20ാമത്തെ 6 തന്നെ. ഈ 6കളെല്ലാം കൂടെ ചേർന്നു. 6 എന്ന് പറയുന്ന സംഖ്യ 20 ടൈംസ് ഉണ്ടായിട്ട് 20 പ്രാവശ്യം. ഇവിടെ 30 ടൈംസ് ഉണ്ടായിരുന്നെങ്കിൽ 30 പ്രാവശ്യം എഴുതിന്. 40 പദങ്ങളെ ആണെങ്കിൽ 40 എഴുതിന്. ഇവിടെ 6 × 20 120. ഇനി ഇത് പാടാണെങ്കിൽ AP-യുടെ തുക കണ്ടുപിടിക്കാൻ, സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. n/2 × 2a + n - 1 × d. ഇതിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് ഇതിനകത്ത് ആദ്യത്തെ തുക കണ്ടുപിടിക്കുക, രണ്ടാമത്തെ തുക കണ്ടുപിടിക്കുക, വലതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ 120 കിട്ടുന്നത്. നമ്മുടെ ഇക്വേഷനിലൊക്കെ നിന്നില്ല. ഓരോ ടൈംസ് തമ്മിലുള്ള വ്യത്യാസം എടുത്തു, കണക്ട് ചെയ്തു, ആൻസറിലേക്ക് വന്നു. ചോദ്യത്തിന്റെ ആൻസർ 120. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാൻ നോക്കിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്ററും ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ ആണ്. ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം. നമ്മുടെ ചോദ്യത്തിന്റെ വിവരം നോക്കിക്കേ. ഒരു സമചതുരം ഉണ്ടായിരുന്നു. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നു. ചുറ്റളവിന്റെ പ്രത്യേകത പറഞ്ഞേക്കുന്നത് 32 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. 4a 4a ആണെന്നറിയാം. 4aയുടെ വില 32 നമുക്ക് തന്നു. അതിനകത്ത് ഒരു വശം കണ്ടുപിടിക്കാൻ ഈ ഗുണിച്ചിരിക്കുന്ന 4നെ അപ്പുറം കൊണ്ടുവന്നു. ഗുണിക്കുന്ന സംഖ്യ അപ്പുറം കൊണ്ടുവന്നാൽ ഹരിക്കാനായി. a = 32/4 എന്ന് കിട്ടി. 32നെ 4 കൊണ്ട് ഹരിക്കുന്നു. 32 4 8 പ്രാവശ്യം. അപ്പൊ എയുടെ വില സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. ഇനി ബാക്കിയുണ്ട് ഇതിന്റെ ഈ വശമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സമഷഡ്ഭുജം നിർമ്മിക്കാൻ. ഷഡ്ഭുജം മാറിപ്പോകരുത്. സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 വശങ്ങളുള്ളത്, 6 വശങ്ങൾ തുല്യമായിട്ടുള്ളത്. ഞാൻ വരച്ചപ്പോൾ 6 വശങ്ങൾ തുല്യമല്ല, നിങ്ങൾ 6 വശങ്ങൾ തുല്യമാണെന്ന് ആലോചിച്ചോണം. അപ്പോൾ ഇവിടെ ഒരു വശം, ഒന്നാമത്തെ വശം തുല്യം, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, 5 6, ആകെ 6 വശങ്ങളുണ്ട്. 6 വശങ്ങൾ തുല്യമായിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് സമഷഡ്ഭുജം. ഇംഗ്ലീഷിൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറയാം. ഇതിന്റെ വശങ്ങളെല്ലാം നമുക്ക് തന്നു. 8 ആണെന്ന് പറഞ്ഞു. ഇതിന്റെ വശങ്ങളെല്ലാം നമുക്ക് കിട്ടി. 8 ആണെന്ന് കിട്ടി. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, വിസ്തീർണം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഒരു സമഷഡ്ഭുജത്തിന്റെ വിസ്തീർണം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നാളെ ഇതിന്റെ സെന്ററിൽ ഒരു മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ജോയിൻ ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് യോജിച്ചു. ഒരു ത്രികോണം കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇങ്ങോട്ട് കിട്ടി. അപ്പൊ അതെല്ലാം സമമായിരിക്കും. ആ ത്രികോണങ്ങളെല്ലാം സമമായിരിക്കും. എത്ര ത്രികോണങ്ങൾ കിട്ടി നോക്കിക്കേ. 1 2 3 4 5 6, ആകെ 6 ത്രികോണങ്ങളാണ് നമുക്ക് അവിടെ കിട്ടി. ആ 6 ത്രികോണങ്ങളുടെയും പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് അത് സമഭുജ ത്രികോണമായിരിക്കും. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം, സമഭുജ ത്രികോണമാണ്. 6 വശങ്ങളുണ്ട് ഇവിടെ. അതിനകത്ത് ഒരു ത്രികോണത്തിന്റെ വിസ്തീർണമാണ് √3a²/4. √3a²/4. അങ്ങനെ 6 ത്രികോണം ഉണ്ടായതുകൊണ്ട് അതിനെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഒരു സമഷഡ്ഭുജത്തിന്റെ വിസ്തീർണം √3a²/4. അതിനെ എത്ര കൊണ്ട് ഗുണിച്ചു? നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു. 6 ത്രികോണം ഉണ്ടായിട്ട് 6 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മൊത്തത്തിൽ √3a²/4 × 6. വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്തൊക്കെ ചെയ്യാം. ഞാൻ അവിടെ കട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് വാല്യൂസ് ഒന്ന് കൊടുക്കുകയാണ്, വില ഒന്ന് കൊടുക്കുകയാണ്. എയുടെ സ്ഥാനത്ത് ഒരു വർഷം നമുക്ക് കിട്ടിയായിരുന്നു 8 എന്ന് കിട്ടിയായിരുന്നു. എയുടെ സ്ഥാനത്ത് 8 കൊടുത്താൽ മാത്രം മതി. √3 ഒക്കെ അതേപോലെ തന്നെ എഴുതി. a², എയുടെ സ്ഥാനത്ത് 8, 8 × 8, 8ന്റെ സ്ക്വയർ അല്ലേ വേണ്ടത്. അതിനെ 8 × 8 എന്ന് എഴുതി. ഇൻറ്റു ഒരു 6 കൊണ്ട് ആ 6നെ എഴുതി /4 കിട്ടും.
ഇനി കട്ട് ചെയ്താൽ പോരെ. ഈ 8ഉം 4 ഹരിക്കുന്നു. 8നകത്ത് 4 2 പ്രാവശ്യം, ബാക്കിയുള്ളത് ഗുണിക്കുന്നു. 8 × 2 16, 16 × 6 16 × 6 96. ആൻസർ 96√3. വിസ്തീർണത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. 96√3 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നുകൂടെ നോക്കിക്കേ, ഒരു സമചതുരം, സമചതുരത്തിന്റെ ചുറ്റളവ് 32 ആണെന്ന് പറഞ്ഞു. ചുറ്റളവിന്റെ ഇക്വേഷൻ 4a ആണെന്ന് അറിയാം. 4a വില 32, a സമം 32/4 8 എന്ന് കിട്ടി. സമചതുരത്തിന്റെ ഒരു വശം 8, ഈ വശം തന്നെ വെച്ച് ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കി. അപ്പൊ സമഷഡ്ഭുജത്തിന്റെ വശം 8 എന്ന് തന്നെ കിട്ടി. അതിന്റെ വിസ്തീർണമാണ് വേണ്ടത്. ഈ സമഷഡ്ഭുജത്തെ നമ്മൾ 6 ത്രികോണങ്ങളാക്കി. അത് 6ഉം സമഭുജ ത്രികോണമായിട്ട് ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം, ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണമാണ് √3a²/4. അത് 6 എണ്ണം ഉണ്ടായിട്ട് നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു. √3a²/4 × 6. എയുടെ സ്ഥാനത്ത് കിട്ടി 8 കൊടുത്തു. √3 × 8 × 6/4 കട്ട് ചെയ്തു. 8 4 കട്ട് ചെയ്തു. 2 ബാക്കി ഗുണിച്ചു. ആൻസർ 96√3 സെന്റിമീറ്റർ സ്ക്വയർ. ക്വസ്റ്റിന്റെ ആൻസർ 96√3 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായ പ്രത്യേകത? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു 3 ടേംസ് പഠിക്കണം. പിള്ളേരെ 10ാം ക്ലാസ്സിലെ പിള്ളേരെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് വരാം. ഒന്നാമത്തെ ടൈം ശ്രദ്ധിച്ചേ, മാധ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇംഗ്ലീഷ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പരിചയം. മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ശരാശരി എന്ന് പറയാം, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാം. അപ്പൊ ശരാശരിയെ വിളിക്കുന്ന മറ്റ് പേരുകളാണ്. ഒന്നാമത്തെ ടൈം മാധ്യം, ഇംഗ്ലീഷിൽ മീൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞു. ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. തരുന്ന തുകയെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ടൈം മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. രണ്ടാമത് നമുക്ക് അറിയേണ്ട ടൈം മധ്യമം. ടൈം മാറിപ്പോരുത്, അതിനകത്ത് തന്നെ ഉണ്ട് പ്രത്യേകത. ഇംഗ്ലീഷ് ടൈം നിങ്ങൾക്ക് കൂടുതൽ പരിചയമായിരിക്കും. മീഡിയൻ പഠിച്ചു വെച്ചോണം, മീഡിയൻ. അപ്പൊ രണ്ടാമത്തത് മധ്യമം. മലയാളം ടൈമാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്, അതുകൊണ്ട് ആ ടൈം കൂടി ഒന്ന് മനസ്സിലാക്കുക. ആദ്യത്തത് മാധ്യം ദീർഘമുണ്ട്, രണ്ടാമത്തത് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ. എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തന്നെയുണ്ട് പ്രത്യേകത, മധ്യമം നടുക്ക് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് ശ്രദ്ധിച്ചോണം, ആ തരുന്ന ഡേറ്റയെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. നമുക്ക് തന്നിട്ടുള്ളതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതുക. അതിനുശേഷം മാത്രം നടുക്ക് വരുന്ന എടുക്കുക, മിഡിൽ വരുന്ന എടുക്കുക, മധ്യത്തിൽ വരുന്ന എടുക്കുക. നടുക്ക് 2 എണ്ണം വരുന്നെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1, 5, 7, 9, 11 ഈ തന്നിലുള്ള ഡേറ്റയുടെ മധ്യമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തരുന്നതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ഏറ്റവും ചെറുതിൽ ഞാൻ ഇവിടെ കിടക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ, 1, 5, 7, 9, 11. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി നടുക്കുള്ളത് അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. മിഡിൽ വരുന്നത് അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. മിഡിലുള്ളത് 7, അതിനെ വിളിക്കുന്നതാണ് മധ്യമം. മധ്യമം അല്ലെങ്കിൽ മീഡിയൻ. ഒന്നുകൂടി, ഇവിടെ ഒരു ഡേറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 13 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മധ്യമം കണ്ടുപിടിക്കാൻ ഇത് 2 കൂടെ കൂട്ടും. നടുക്ക് വരുന്ന 2 കൂടെ കൂട്ടും. 7ഉം 9ഉം കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി, തരുന്ന 2 കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക. ആ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മധ്യമം. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ ടൈം മാധ്യം, ഇംഗ്ലീഷിൽ അതിനെ മീൻ എന്ന് പറഞ്ഞു. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. രണ്ടാമത്തെ ടൈം മധ്യമം, ഇംഗ്ലീഷിൽ പറഞ്ഞു മീഡിയൻ. ആരോഹണ ക്രമത്തിൽ എടുത്തെഴുതുക. അതിനുശേഷം നടുക്ക് വരുന്നത്, മിഡിൽ വരുന്നത്. നടുക്ക് 2 എണ്ണം വന്നാൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി. ഒരു ടൈം കൂടി പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. ഒരു ടൈം കൂടി ശ്രദ്ധിക്കണം. മഹിതം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ അതിനെ മോഡ് എന്ന് വിളിക്കാം. മഹിതം അല്ലെങ്കിൽ മോഡ് കേട്ടിട്ടുണ്ടായിരിക്കും. മോഡ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഒബ്സർവേഷൻ. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന എന്താണോ അതിനെ പറയുന്നതാണ് മോഡ്. ശ്രദ്ധിച്ചേ, ഞാനൊരു കുറച്ച് വാല്യൂസ് ഇടുന്നു. 1, 2, 3, 4, 5, 1, 6. ഇതിന്റെ മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒന്നല്ലേ, അതുകൊണ്ട് അവിടുത്തെ മഹിതം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 3 ടൈംസ് ഇത് വെച്ചുള്ള ചോദ്യമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നുകൂടി, മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള പ്രത്യേകത ആരോഹണ ക്രമത്തിൽ എഴുതുക. അതിനുശേഷം നടുക്കുള്ളത്, മിഡിൽ വരുന്നത്. നടുക്ക് 2 എണ്ണം വന്നാൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്തോണം. ഇനി മൂന്നാമത്തെ പ്രത്യേകത മഹിതം, ഇംഗ്ലീഷിൽ അതിനെ മോഡ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡ് അല്ലെങ്കിൽ മഹിതം. 3 ടൈംസ് ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 90, 87, 96, 99, 93, 102 എന്നിവയുടെ മധ്യമവും കൂട്ടിയാൽ കിട്ടുന്നത് എത്ര? കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിലുള്ള കുറച്ച് ഡേറ്റ തന്നു. അതിന്റെ മാധ്യം വേണം, രണ്ടാമത്തെ മധ്യമം വേണം. അത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യമേ നമുക്ക് മധ്യമം കണ്ടുപിടിക്കാം.
മധ്യമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തരുന്നതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ടൈം, ഇവിടെയുള്ള ഏറ്റവും ചെറിയ ടൈം 87 അല്ലേ? 87, അതിനുശേഷം 90, അതിനുശേഷം 93, അതിനുശേഷം 96 വന്നു, അതിനുശേഷം 99 വന്നു, 102 വന്നു. ആരോഹണം കണ്ടുപിടിച്ചു. മധ്യമം കണ്ടുപിടിക്കാൻ, മധ്യമം ഇംഗ്ലീഷിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ നടുക്കുള്ളത് മിഡിൽ വരുന്ന എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ നടുക്ക് എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്ക്, 2 ടൈം വന്നില്ലേ? അപ്പൊ നടുക്ക് 2 ടൈം വരുമ്പോൾ കൂട്ടിയിട്ട് അതിന്റെ പകുതി, രണ്ടുകൂടെ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. നടുക്കുള്ളത് 93ഉം 96 കൂട്ടി അതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു. തരുന്ന രണ്ടുകൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുന്നു. രണ്ടുകൂടെ കൂട്ടുമ്പം 189/2 എന്ന് കിട്ടി. 189ന്റെ പകുതി എന്ന് പറയുമ്പോൾ 94.5. അവിടുത്തെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ 94.5 എന്ന് വരും. ഇനി ഒരു ടൈം കൂടെ കണ്ടുപിടിക്കണമല്ലോ നമുക്ക്. മാധ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു. മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തുവാ? ശരാശരിയാണ്, ആവറേജ് ആണ്. തരുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടുക, തന്നിലുള്ള എല്ലാം കൂടെ കൂട്ടുക, അതിനെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കാം. പറ, കൂട്ടുന്നു. ഏതൊക്കെയാ ഉള്ളത്? 90 ഉണ്ട്, 87 ഉണ്ട്, 96 ഉണ്ട്, 99 ഉണ്ട്, 93 ഉണ്ട്, 102 ഉണ്ട്, ഡിവൈഡഡ് ബൈ 6 എണ്ണം അല്ലേ? 6 കൊണ്ട് ഹരിക്കുന്നു. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു 567 എന്ന് വല്ലതും കിട്ടുമായിരിക്കും. നോക്കുക, 567 ഡിവൈഡഡ് ബൈ 6. 567നെ 6 കൊണ്ട് ഹരിച്ചെഴുതിയാൽ മാത്രം മതി. 567നെ 6 കൊണ്ട് ഹരിച്ചാൽ 94.5. ഇത്രയൊന്നും ചെയ്യേണ്ട, കുറച്ചുകൂടി ലോജിക്ക് പറഞ്ഞു തരാം മാധ്യം കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി അതിനു വേണ്ടിയാണ്. നോക്ക് പ്രത്യേകത: 87, 90, 93, 96, 99, 102. ഒരു നിശ്ചിത സംഖ്യയിലെ കൂടി പോയേക്കുന്നത്. ഒരു നിശ്ചിത സംഖ്യ കൂടി പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന AP എന്നല്ലേ? APയുടെ ശരാശരി, ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി കേട്ടിട്ടുണ്ടോ? അതിന്റെ ആദ്യ പദവും അവസാന പദവും ഉണ്ടെങ്കിൽ, ആദ്യ പദവും അവസാന പദവും ഉണ്ടെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. AP ആണെങ്കിലേ അങ്ങനെ ചെയ്യാവുള്ളൂ. ഇല്ല എങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് നേരത്തെ 567 കിട്ടിയായിരുന്നു. അതിനെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ 94.5 തന്നെ വന്നായിരുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും അത് തന്നെ കിട്ടും. നമുക്ക് നോക്കാം. ഇവിടുത്തെ ആദ്യ പദം 87 അല്ലേ? അവസാന പദം 102 അല്ലേ? ആദ്യത്തത് 87 അധികം 102 ഡിവൈഡഡ് ബൈ 2. രണ്ടുകൂടെ കൂട്ടി 102 87 കൂട്ടി 189, അതിന്റെ പകുതി 94.5. സെയിം തന്നെയല്ലേ വന്നേ? അപ്പൊ മധ്യമവും കിട്ടി 94.5, മാധ്യമവും കിട്ടി 94.5. ഇതിനോട് ആഡ് ചെയ്യാൻ ഇതിനിടെ തുകയാണ് വേണ്ടുന്നത്. അപ്പൊ ആദ്യമേ കിട്ടിയ 94.5, രണ്ടാമത് കിട്ടിയ 94.5 കൂടെ കൂട്ടുന്നു. മാധ്യമവും മധ്യമവും കൂടെ കൂട്ടുന്നു. 5 5 10 0, 4 2 8 1 9, 18 1 19. ക്വസ്റ്റിന്റെ ആൻസർ 189.0. 0 എഴുതേണ്ട കാര്യമില്ലല്ലോ. ആൻസർ 189. ആൻസർ 189. 3 ടേമും ക്ലിയർ ആണ്. മീൻ, മീഡിയൻ, മോഡ്. മധ്യമം, മഹിതം. മീൻ കണ്ടുപിടിക്കാൻ, മാധ്യം കണ്ടുപിടിക്കാൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. തരുന്ന എല്ലാം കൂടെ കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. രണ്ടാമത്തെ ടൈം മധ്യമം. അവരോഹണ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, നടുക്കുള്ളത് എടുത്ത് എഴുതുക. നടുക്ക് 2 എണ്ണം വന്നാൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി. ഇനി അടുത്തത് മോഡ്. മോഡ് ഈസ് എ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഒബ്സർവേഷൻ. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന എന്താണോ അതിനെ പറയുന്ന പേരാണ് എന്ത്? മോഡ്. ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 35 ഗുണം 2 മൈനസ് 47 പ്ലസ് 10 മൈനസ് 13 ഇൻറ്റു 3 പ്ലസ് 12 ഡിവിഷൻ 2. നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട റൂൾ ഏതാ? ബോട്ട് മാസ് ആണെന്ന് അറിയാം. ബോട്ട് മാസ്. ആദ്യമേ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക, ഓഫ് ഉണ്ടെങ്കിൽ അതിനുശേഷം ചെയ്യുക, ഡിവിഷൻ അതിനുശേഷം ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യമേ ബോട്ട് മാസ് യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കി. ബ്രാക്കറ്റ് ഒന്നും ഇല്ല. അതിനുശേഷം ഓഫ് പറഞ്ഞിട്ടുണ്ടോ നോക്കി. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ തന്നെയാണ്, പക്ഷേ ഓഫ് ഒന്നും ഇല്ല. അതിനുശേഷം ഡിവിഷൻ, ഹരണമാണ് കിടക്കുന്നത്. ഹരണം ചെയ്യാൻ നമുക്ക് ഹരിക്കാനുണ്ട് ഇവിടെ. അപ്പോൾ 12നെ 2 കൊണ്ട് ഹരിക്കാൻ ആദ്യമേ അത് ചെയ്യുന്നു. 12നെ 2 കൊണ്ട് ഹരിക്കുന്നു. 12 2 കൊണ്ട് ഹരിച്ചാൽ 6. അവിടെ കിടക്കുന്ന ചിഹ്നോട് അതേപോലെ അങ്ങ് കൊടുത്തു, പ്ലസ്. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് വരാം. നോക്കാം. ഗുണിക്കാനുള്ളത് 35നെ 2 കൊണ്ട് ഗുണിക്കാൻ 35 ഇൻറ്റു 2 70 ആണെന്നറിയാം. 70. ബാക്കിയുള്ളത് മൈനസ് 47 അതേപോലെ തന്നെ എഴുതി. അടുത്തത് പ്ലസ് 10 അതേപോലെ തന്നെ എഴുതി. ഈ മൈനസിനെ അതേപോലെ തന്നെ ഇട്ടു. 13നെ 3 കൊണ്ട് ഗുണിക്കാനാണ് കിടക്കുന്നത്. 13 ഇൻറ്റു 3 39. ആ 39 എടുത്ത് എഴുതി.
ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ പ്ലസോ മൈനസേ ഉള്ളൂ. ബോർഡ് മാസ് യൂസ് ചെയ്തതിലും കുഴപ്പമില്ല. ഒരേ ചിഹ്നമുള്ളത് വേണമെങ്കിൽ ആദ്യമേ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒന്നെങ്കിൽ 70-ൽ നിന്ന് 47 കുറച്ചോ, അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടിയോ, അതിൽ നിന്ന് 39 കുറച്ചോ, പിന്നെ 6 കൂടെ കൂട്ടിയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കാരണം അവിടെ ബോർഡ് മാസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പ്ലസും മൈനസേ ഉള്ളൂ. ഞാനിവിടെ ഒരേ ചിഹ്നമുള്ളത് ആദ്യമേ ചെയ്യുകയാണ്. ഒരേ സൈൻ ഉള്ളത് നോക്കുന്നു. ഒരേ ചിഹ്നം 70-ന്റെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടെ 10-ന്റെ ചിഹ്നവും പ്ലസ് ആണ്, 6-ന്റെ ചിഹ്നവും പ്ലസ് ആണ്. അത് ആദ്യമേ അങ്ങ് കൂട്ടുന്നു. 70-ഉം 10 കൂടെ കൂട്ടി 80, 80-ഉം 6 കൂടെ കൂട്ടി 86. ഒരേ ചിഹ്നമുള്ളത് അങ്ങ് ചെയ്തു. 70-ഉം 10-ഉം 80, 80-ഉം 6-ഉം 86. അവിടെ നിന്ന് 86 കിട്ടി. ഇനി അടുത്തത് -47 ഉണ്ട്, -39 ഉണ്ട്. -47 -39 ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഒരേ ചിഹ്നം വന്നാൽ രണ്ടു സംഖ്യകളുടെ കൂട്ടുക, അതേ ചിഹ്നം കൊടുക്കുക. മൈനസ് അതേപോലെ ഇട്ടു, ഇത് രണ്ടുകൂടെ കൂട്ടുന്നു, രണ്ടുകൂടെ കൂട്ടി 47-ന്റെ കൂടെ 39 കൂടെ കൂട്ടി 49 37 കൂട്ടിയാൽ 86 തന്നെ വന്നു. 86-ൽ നിന്ന് 86 കുറയ്ക്കാൻ, 86-ൽ നിന്ന് 86 കുറച്ചാൽ ആൻസർ 0. ക്വസ്റ്റിന്റെ ആൻസർ 0 തന്നെ വരും. ആൻസർ 0. നിങ്ങൾക്ക് മറ്റൊരു രീതിയുടെ നോക്കിക്കേ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇത് സാധാ രീതിയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കാം. 70-ൽ നിന്ന് എത്ര കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? 47. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. അവിടെ ബോർഡ് മാസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്ലസും മൈനസും ഒക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ബോർഡ് മാസ് യൂസ് ചെയ്തതിലും കുഴപ്പമില്ല. നോക്ക്, 70-ൽ നിന്ന് 47 കുറയ്ക്കുന്നു. 70-ൽ നിന്ന് 47 കുറച്ചാൽ 23 ആണെന്നറിയാം. അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടാൻ, 23-ന്റെ കൂടെ 10 കൂടെ കൂട്ടാൻ, 23 10 കൂടെ കൂട്ടി 33 ആണെന്നറിയാം. ആ 33-ൽ നിന്ന് 39 കുറയ്ക്കാൻ, 33-ൽ നിന്ന് 39 കുറച്ചാൽ -6 ആണെന്നറിയാം. ആ -6-ന്റെ കൂടെ +6 കൂട്ടാൻ, -6 +6, 6-ൽ നിന്ന് 6 കുറയ്ക്കാൻ, 6-ൽ നിന്ന് 6 കുറച്ചാൽ 0. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ക്വസ്റ്റിന്റെ ആൻസർ 0. അവിടെ കണക്ട് ചെയ്ത് ആൻസറിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ 0. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഒരു മെന്റബിലിറ്റി ചോദ്യമാണ്, നോക്കിക്കേ. A35BC അതിനെ കോഡ് ചെയ്തിരിക്കുന്നു C26DE എങ്കിൽ P68QF അതിനെ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം പ്രത്യേകത. എയിൽ നിന്ന് സി, എ എന്ന് പറയുന്നത് സി ആയി. എ സി ആവെന്ന് പറഞ്ഞാൽ 2 ലെറ്റർ കൂടിയല്ലേ. ബി കഴിഞ്ഞ് സി 2 ലെറ്റർ കൂടി. ഇവിടെ 3 2 ആയെന്ന് പറഞ്ഞാൽ 1 ലെറ്റർ കുറയുമല്ലേ. അതേപോലെ 5 6 ആയെന്ന് പറഞ്ഞാൽ 1 ലെറ്റർ കൂടുതലല്ലേ ചെയ്തേ. ഇവിടെ അതേപോലെ ബി ഡി ആവെന്ന് പറഞ്ഞാൽ 2 ലെറ്റർ കൂടെ കൂടിയതല്ലേ ചെയ്തേ. ഇവിടെ അതേപോലെ സി ഇ ആയെന്ന് പറഞ്ഞാലും 2 ലെറ്റർ കൂടിയതല്ലേ. അതേപോലെ ഇപ്പുറത്തും കണക്ട് ചെയ്യുന്നു. എ സി ആയി 2 ലെറ്റർ കൂടി, അപ്പം പിയുടെ കൂടെ 2 ലെറ്റർ കൂടെ കൂടുന്നു. പി കഴിഞ്ഞ് 2 ലെറ്റർ ക്യു ആർ, അപ്പോൾ അവിടെ പി കഴിഞ്ഞിട്ട് 6 എന്ന് എഴുതി. പിനെ 6 എന്ന് കൂടിയും. ഇവിടെ 3-ൽ നിന്ന് 2-ലേക്ക് വന്നു. 3-ൽ നിന്ന് 2-ലേക്ക് വരുവാന്ന് പറഞ്ഞാൽ 1 കുറഞ്ഞു. അപ്പോൾ ഈ 6-ൽ നിന്ന് 1 കുറച്ചു. 6-ൽ നിന്ന് കുറച്ചാൽ 5 എന്ന് എഴുതി. അവിടുത്തെ ആൻസർ 5 എന്ന് കിട്ടി. അതേപോലെ ഈ 5 6 ആയി, 1 കൂടിയതല്ലേ. അതുപോലെ ഈ 8-ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും. 8-ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയുമ്പോൾ 9 എന്ന് കിട്ടി. 8 9 ആയി. അടുത്ത് നോക്ക്, ബി ഡി ആയി. ബി ഡി എന്ന് പറഞ്ഞാൽ 2 ലെറ്റർ കൂടിയതല്ലേ. അപ്പോൾ ക്യൂ കഴിഞ്ഞ് 2 ലെറ്റർ, ക്യൂ കഴിഞ്ഞിട്ട് ആർ എസ്, അവിടെ എസ് എന്ന് വന്നു. അതേപോലെ ഇവിടെ സി ഇ ആയി, 2 ലെറ്റർ കൂടിയതല്ലേ. അപ്പോൾ നമുക്ക് എഫിന്റെ കൂടെ 2 ലെറ്റർ കൂടണം. എഫ് കഴിഞ്ഞ് 2 ലെറ്റർ പറ. അതെ, FGH. അത് ആൻസർ GH. R59SH. ആദ്യമേ 2 ലെറ്റർ കൂടി, പിന്നെ 1 ലെറ്റർ കുറഞ്ഞു. ഇവിടെ ഒരു സംഖ്യ കൂടി, ഇവിടെ 2 ലെറ്റർ കൂടി, ഇവിടെ 2 ലെറ്റർ കൂടി. ക്വസ്റ്റിന്റെ ആൻസർ R59SH എന്ന് വരും. നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. നോക്കിക്കേ. ഒരാൾ ഒരു തുക 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പലിശ ഇനത്തിൽ 1600 രൂപ വന്നതായി കണ്ടു. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പലിശയായി എത്ര രൂപ കൂടി വരും എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കിക്കാം. റേറ്റ്, അവിടെ പലിശ നിരക്കെന്ന് പറയുന്നത് 10% അല്ലേ. ഒന്നാമത്തെ വർഷം അയാൾക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത്, ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശ 1600 രൂപയാണ്. അയാൾ ഏത് രീതിയിലാണ് നിക്ഷേപിച്ചത്? കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിച്ചത്. എന്തോ കൂട്ടുപലിശ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ വർഷത്തെ പലിശ തൊട്ടടുത്ത വർഷം വരുമ്പം അതേ പലിശ തന്നെ വരും. കൂടാതെ അതിൻ്റെ തന്നെ എത്ര ശതമാനമാണോ അതുകൂടി എക്സ്ട്രാ വരും. അതെന്തുവാണെന്ന് നമുക്ക് നോക്കാം. പലിശയെ വിളിക്കുന്ന പേരാണ് കൂട്ടുപലിശ. ഒന്നാമത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് കിട്ടിയ പലിശയാണ് എത്ര രൂപ? 1600 രൂപ. രണ്ടാമത്തെ വർഷം ആകുമ്പം അതേ 1600 രൂപ തന്നെ കിട്ടും. കൂടാതെ അതിൻ്റെ 10%, ആ 1600ൻ്റെയും കൂടി 10%. ഒരു സംഖ്യയുടെ 10%, 1600ൻ്റെ 10%, 1600 × 100/10. 2 0 കട്ടി കളഞ്ഞു, 160 രൂപയുടെ എക്സ്ട്രാ കിട്ടും. ഈ 1600ഉം ഇതിൻ്റെ പലിശയായിട്ടുള്ള 160ഉം, പലിശയുടെ പലിശ രണ്ടാമത്തെ വർഷം. ഈ 1600ഉം കിട്ടി പലിശയായിട്ട്, കൂടാതെ ഒരു 160 രൂപയുടെയും കിട്ടി.
കൂട്ടിയിടുന്നു 0, 6, 7, 1. ക്വസ്റ്റിന്റെ ആൻസർ രണ്ടാമത്തെ വർഷം മാത്രം അയാൾക്ക് കിട്ടുന്ന പലിശയാണ്. രണ്ടാമത്തെ വർഷം മാത്രം കിട്ടുന്ന പലിശയാണ് നമ്മുടെ ചോദ്യം. ആൻസർ 1760 രൂപ. എന്തോ പ്രത്യേകത? റേറ്റ് 10% കൂട്ടുപലിശ രീതിയിലാണ് അയാൾ നിക്ഷേപിച്ചത്. അവിടുത്തെ ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശ 1600. രണ്ടാമത്തെ വർഷവും അതേ 1600 തന്നെ കിട്ടും. കൂടാതെ ആ പലിശയുടെ പലിശ, ഈ പലിശ 1600 അതിന്റെ 10%, 1600ന്റെ 10% എടുത്തു 160 കിട്ടി. 1600 160 കൂട്ടി എഴുതി. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ ഇനത്തിൽ മാത്രം കിട്ടുന്ന തുക 1760. പലിശ 1760 രൂപ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് വരാം. ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ആ ചിത്രം നോക്കിയിട്ട് കണക്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. തന്നിട്ടുള്ള ചിത്രം നോക്കി കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിയുള്ള പുരുഷന്മാരുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതിനുവേണ്ടി അവർ തന്നിരിക്കുന്നത് ഒരു സർക്കിളിനെ സൂചിപ്പിക്കുന്നത് സർക്കാർ ജോലിക്കാരാണ്. ഒരു ത്രികോണത്തെ സൂചിപ്പിക്കുന്നത് കൃഷിക്കാരാണ്. ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തെ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിലേക്ക് വന്നത് കൃഷിക്കാരെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ത്രികോണത്തിനകത്ത് അവരുടെ. അപ്പൊ ത്രികോണത്തിനകത്ത് ഇല്ലാത്ത, കൃഷിക്കാരല്ലാത്ത എന്ന് പറയുമ്പോൾ ത്രികോണത്തിനകത്ത് വരാത്ത. ഇനി സർക്കാർ ജോലിയുള്ള പുരുഷന്മാർ. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ വൃത്തത്തിനകത്തും വരണം, ചതുരത്തിനകത്തും വരണം. രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ളത്. ത്രികോണത്തിനകത്ത് ഇല്ലാത്തതും, ത്രികോണത്തിനകത്ത് കിടക്കുന്ന നമ്പർ 6, 3 അല്ലേ, അതിനകത്ത് ഇല്ലാത്തതും, ത്രികോണത്തിനകത്ത് ഇല്ലാത്തതും വൃത്തത്തിനകത്ത് വരുന്നതുമായിട്ടുള്ള സംഖ്യ, വൃത്തത്തിനും ചതുരത്തിനും അകത്ത് വരുന്നതുമായിട്ടുള്ള സംഖ്യ. കൃഷിക്കാരല്ലാത്ത എന്ന് പറയുമ്പം ത്രികോണത്തിനകത്ത് ഇല്ലാത്ത. എന്തിലും സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ വൃത്തത്തിനകത്തും വരണം. പിന്നെ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ചതുരത്തിനകത്തും വരണം. അപ്പൊ ത്രികോണത്തിനകത്ത് ഇല്ലാത്ത സംഖ്യയും വൃത്തത്തിനകത്തും ചതുരത്തിനകത്തും കണക്ട് വരുന്ന നമ്പറും ഏതാണെന്ന് നോക്കിക്കേ. ഈ ഒരു 2 അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 2. ഐഡിയ മനസ്സിലായോ? കൃഷിക്കാരല്ലാത്ത സർക്കാർ ജോലിയുള്ള പുരുഷന്മാർ. കൃഷിക്കാരല്ലെന്ന് പറയുമ്പോൾ ത്രികോണത്തിനകത്ത് വരാൻ പാടില്ല. ത്രികോണത്തിനകത്തല്ലാത്ത സംഖ്യയല്ലേ 2. ഇനി വൃത്തത്തിനകത്ത് വരണം. ഈ വൃത്തത്തിനകത്തും വരണം, ചതുരത്തിനകത്തും വരണം. വൃത്തത്തിനും ചതുരത്തിനും വരുന്ന ഒരു സംഖ്യയല്ലേ ഉള്ളൂ, അവിടെ 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ആൻസർ 2. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നോക്കാം, ചോദ്യം നോക്കിയേ. ഒരു എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ റൂൾ ഒന്ന് പഠിച്ചു വെക്കാം. ഒന്ന് എഴുതുക, ശ്രദ്ധിക്കുക, നോക്കുക. പ്രത്യേകത, ഞാനൊരു ഭിന്നസംഖ്യ എഴുതി 2/3 ദ ഹോൾ റൈസ് ടു -1. ഒരു ഭിന്നസംഖ്യയുടെ പവർ ആയിട്ട് ഒരു മൈനസ് ടൈം വന്നാൽ ചെയ്യാനുള്ള രീതി, ഭിന്നസംഖ്യയുടെ മേളിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ ആ മൈനസിനെ മാറ്റാൻ ഭിന്നസംഖ്യ ഒന്ന് തിരിച്ചെഴുതിയാൽ മാത്രം മതി. ഈ ഫ്രാക്ഷനെ ഒന്ന് തിരിച്ചെഴുതിയാൽ 3/2 എന്ന് വരും. നോക്കിയേ, മറ്റൊരു എക്സാമ്പിൾ 4/5 ദ ഹോൾ റൈസ് ടു -1. ഈ പവറിലെ മൈനസ് മാറ്റാൻ ഈ ഭിന്നസംഖ്യ അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. 5/4 എന്ന് കിട്ടും. 5/4. ഇപ്പോൾ 2/5 ദ ഹോൾ റൈസ് ടു -1. ഈ മൈനസ് മാറ്റാൻ തിരിച്ചെഴുതി 5/2. ആ റൂൾ ഓക്കെ ആണല്ലോ. ഒരു ഭിന്നസംഖ്യയുടെ മേളിൽ, ഒരു ഫ്രാക്ഷന്റെ മേളിൽ ഒരു മൈനസ് വന്നാൽ, ഒരു ഭിന്നസംഖ്യയുടെ മേളിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ പവറിലെ മൈനസ് മാറ്റാൻ ഭിന്നസംഖ്യയെ തിരിച്ചെഴുതുക. ആ ഒരു പ്രത്യേകത മനസ്സിലായെങ്കിൽ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസറിലേക്കൊക്കെ വരാം. ശ്രദ്ധിക്കും. നമ്മുടെ ചോദ്യം 5/6 ദ ഹോൾ റൈസ് ടു 5 ഇൻറ്റു 4/3 ദ ഹോൾ റൈസ് ടു -4 ഹോൾ ഡിവൈഡഡ് ബൈ 5/6 ദ ഹോൾ റൈസ് ടു 6 ഇൻറ്റു 3/4 ദ ഹോൾ റൈസ് ടു 4. നമുക്ക് നോക്കാം പ്രത്യേകത. ഇവിടെ നോക്കി, ഇത് രണ്ടിടത്തെയും ബേസ് ഒരേപോലെ അല്ലേ? A/m by A/n. കൃത്യക നിയമം ഓർമ്മയുണ്ടോ? A/m by A/n. A/m by A/n is equal to A/m-n. പവർ തമ്മിൽ കുറച്ചെഴുതിയാൽ മാത്രം മതി. ഒരേ ബേസ് ആയതുകൊണ്ട് അതിന്റെ പവർ തമ്മിൽ അങ്ങ് കുറച്ചെഴുതിയാൽ മാത്രം മതി. A/m by A/n. A/m by A/n. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. 5/6 the whole raised to 5 divided by 5/6 the whole raised to 6. A/m by A/n is equal to A സ്ഥാനത്ത് 5/6 അല്ലേ, ഒരേ ബേസ് അല്ലേ, അതുകൊണ്ട് A അതേപോലെ എഴുതി. m-n മേളത്ത് തമ്മിൽ കുറയ്ക്കുന്നു. 5ൽ നിന്ന് 6 കുറയ്ക്കുന്നു. 5ൽ നിന്ന് 6 കുറച്ചാൽ 5/6 the whole raised to എത്ര കിട്ടി? -1. ഇങ്ങനെ പവറിൽ ഒരു ഭിന്നസംഖ്യയുടെ മേളിൽ മൈനസ് വന്നാൽ നമ്മൾ പഠിച്ചു, ഈ ഭിന്നസംഖ്യ അങ്ങ് തിരിച്ചെഴുതിയാൽ മാത്രം മതി. ഈ ഫ്രാക്ഷൻ അങ്ങ് തിരിച്ചെഴുതിയാൽ മാത്രം മതി. തിരിച്ചെഴുതുമ്പോൾ ആൻസർ 6/5. അവിടുത്തെ ആൻസർ 6/5 എന്ന്. ഈ ചെറിയൊരു പോർഷന്റെ ആൻസർ നമുക്ക് കിട്ടി 6/5. അടുത്തേയും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ കിടക്കുന്നതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. പറഞ്ഞു നോക്ക്. 4/3 ദ ഹോൾ റൈസ് ടു -4 ഡിവൈഡഡ് ബൈ 3/4 ദ ഹോൾ റൈസ് ടു 4. പക്ഷെ ഇവിടുത്തെ രണ്ടിടത്തെയും ബേസ് തുല്യമാണ്. ഇവിടെ 4/3, ഇവിടെ 3/4. നമുക്ക് തുല്യമാക്കുന്നതിന് വേണ്ടി ഈ കിടക്കുന്ന പവറിലെ മൈനസ് മാറ്റാൻ ഇതിനകം തിരിച്ചെഴുതിയാൽ പോരെ? പവറിലെ ഈ മൈനസ് കളയാൻ ഇതിനകം തിരിച്ചെഴുതിയാൽ പോരെ? തിരിച്ചു പറ. 3/4 ദ ഹോൾ റൈസ് 4 ഡിവൈഡഡ് ബൈ
3/4 ദ ഹോൾ റൈസ് 4 എന്ന് വന്നു. സെയിം മെത്തഡ് തന്നെ ആയില്ലേ? a raised to m by a raised to n. a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n. അപ്പോൾ 3/4 ദ ഹോൾ റൈസ് ടു ഈ 4ൽ നിന്ന് ഈ 4 കുറച്ചു, 4ൽ നിന്ന് 4 കുറച്ചാൽ 0. 3/4 ദ ഹോൾ റൈസ് 0. ഏതൊരു സംഖ്യയുടെ മേളിൽ 0 വന്നാൽ എത്രയായിരിക്കും? 1. വേണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പിനെ ഒഴിവാക്കി നമുക്ക് താണ്ടേ ഒരു സംഖ്യയെ അതേ സംഖ്യയോട് ഹരിക്കാൻ, ഒരു സംഖ്യ അതേ സംഖ്യയോട് ഹരിച്ചാൽ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ആദ്യത്തെ ആൻസർ 6/5 എന്ന് കിട്ടി. ഈ ആദ്യം കിടക്കുന്നതിന് ഇതിന്റെ മാത്രം ആൻസർ 6/5 എന്ന് കിട്ടി. ഈ രണ്ടാമത് കിടക്കുന്നത് ഇതിന്റെ മാത്രം ആൻസർ നമുക്ക് 1 എന്ന് കിട്ടി. 6/5 × 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര തന്നെയായിരിക്കും? 6/5 തന്നെയായിരിക്കും. അപ്പോൾ അവിടെ അറിയേണ്ട റൂള്, ഒരു ഭിന്നസംഖ്യയുടെ മേളിൽ പവറായിട്ട് മൈനസ് വന്നാൽ ആ മൈനസിനെ മാറ്റാൻ ആ ഭിന്നസംഖ്യ ഒന്ന് തിരിച്ചെഴുതിയാൽ മാത്രം മതി. ആദ്യത്തെ കണക്ട് ചെയ്തു a raised to m by a raised to n, a raised to m by a raised to n, a raised to m minus n. 5ൽ നിന്ന് 6 കുറച്ചു, -1. ഈ മൈനസ് മാറ്റാൻ തിരിച്ചെഴുതി. അതേപോലെ ഇവിടെ 4/3 ആണ്, ഇവിടെ 3/4 ആണ്. ഈ 3/4ലേക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ മൈനസ് മാറ്റാൻ ഇതിനെ അങ്ങ് തിരിച്ചു. 3/4 ദ ഹോൾ റൈസ് 4 ഡിവൈഡഡ് ബൈ 3/4 ദ ഹോൾ റൈസ് 4. ഒരു സംഖ്യയെ അതേ സംഖ്യയോട് ഹരിക്കാൻ, ഒരു സംഖ്യ അതേ സംഖ്യയോട് ഹരിച്ചാൽ 1 ആണ്. അപ്പോൾ ആദ്യത്തെ 6/5 എന്നും അടുത്തതിന്റെ 1 എന്നും കിട്ടി. ക്വസ്റ്റ്യന്റെ ആൻസർ 6/5. ആൻസർ 6/5. അപ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ നമുക്ക് PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം. വേണു തിരക്കിട്ട് ഒരു സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സമീപത്ത് നിന്ന അനുജനോട് അവൻ സമയം നോക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അനുജൻ എന്തോ ചെയ്തെന്ന് നോക്കിക്കേ. വേണു മുഖം നോക്കിയ നീലക്കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കിയാണ് അവൻ സമയം പറഞ്ഞത്. അനുജൻ സമയം പറഞ്ഞത് എങ്ങനെയാണ്? പ്രതിബിംബത്തിൽ നോക്കിയാണ് സമയം പറഞ്ഞത്. അപ്പോൾ ആ പ്രതിബിംബത്തിൽ കാണിച്ചിരുന്ന സമയം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 8:15 എന്നായിരുന്നു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയ വേണു പിന്നിൽ ഭിത്തിയിൽ കണ്ട ക്ലോക്കിൽ സമയം കണ്ടു. എങ്കിൽ ആ ക്ലോക്കിലെ സമയം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കത് സാധാരണ രീതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? പ്രതിബിംബത്തിലെ സമയം, ഒരു ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ അത്തരം ടൈപ്പുകൾ വന്നാൽ ചെയ്യാനുള്ള രീതി ക്ലാസ്സിൽ BSc പഠിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് അവിടെ അറിയേണ്ട 2 റൂള്. തരുന്ന സമയം 11 മണിയിൽ താഴെയാണെങ്കിൽ, തന്നിട്ടുള്ള സമയം 11 മണിയിൽ താഴെയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനോ ചോദിച്ചാൽ തരുന്നതിൽ 11:60 നിന്ന് ആ തരുന്ന സമയം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അതായത് പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ യഥാർത്ഥ സമയം തരാം. പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യഥാർത്ഥ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിട്ടുള്ള സമയം എന്തിൽ താഴെയാണോ നോക്കുക? 11ൽ താഴെയാണോ നോക്കുക. 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്ന് ആ തരുന്ന സമയം കുറയ്ക്കുക. ഇനി അവിടുത്തെ രണ്ടാമത്തെ പ്രത്യേകത, 11 മണിക്ക് ശേഷവും 1 മണിക്കും ഇടയിലാണെങ്കിൽ തരുന്ന സമയം 11ന് ശേഷവും 1നും ഇടയ്ക്കുമാണെങ്കിൽ 23:60 നിന്ന് കുറച്ചാൽ മാത്രം മതി. പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിക്കാം, യഥാർത്ഥ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം ചോദിക്കാം. ചോദ്യം വന്നാൽ 2 പ്രത്യേകത. തരുന്നത് എന്തിൽ താഴെയാണെങ്കിൽ 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11നും 1നും ഇടയ്ക്കാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം എന്തുവാണെന്ന് നോക്കിക്കേ. നമ്മുടെ ചോദ്യം, അവൻ പ്രതിബിംബത്തിൽ കണ്ട സമയം, അനുജൻ പ്രതിബിംബത്തിൽ കണ്ട് പറഞ്ഞ സമയം എത്രയാ? 8:15 എന്നാണ് പറഞ്ഞേക്കുന്നത്. 8:15 എന്ന് പറഞ്ഞാൽ എന്തിൽ താഴെയാണ്? 11ൽ താഴെയല്ലേ? 11ൽ താഴെയാണെങ്കിൽ നമ്മൾ പഠിച്ചു 11:60 നിന്ന് ആ തരുന്ന സമയം അങ്ങ് കുറച്ചാൽ മാത്രം മതി. അവിടെ യൂസ് ചെയ്യേണ്ട 2 റൂള്. 11ൽ താഴെയാണ് തരുന്ന സമയമെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11നും 1നും ഇടയ്ക്കാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. ഇവിടെ 11ൽ താഴെയല്ലേ 8:15, അപ്പോൾ 11:60 നിന്ന് നമ്മൾ ആ 8:15 അങ്ങ് കുറയ്ക്കുന്നു. 8:15 അങ്ങ് കുറയ്ക്കുന്നു. 8:15 കുറയ്ക്കുന്നു. കുറച്ചെഴുതി. ഇവിടെ 5 ബാലൻസ്, 5ൽ നിന്ന് 1 പൊക്കഴിഞ്ഞാൽ ബാലൻസ് 4, 3, 3:45. ക്വസ്റ്റ്യന്റെ ആൻസർ 3:45. പ്രതിബിംബത്തിലെ സമയം 8:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും? 3:45. അവിടെ 2 റൂള് ക്ലിയർ ആണ്. തന്നിട്ടുള്ള സമയം 11ൽ താഴെയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം ചോദിക്കാം. എന്ത് വന്നാലും 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11 മണിക്കും 1 മണിക്കും ഇടയിൽ, 11 കഴിഞ്ഞിട്ട് 1 മണിക്കും ഇടയിൽ ആണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. ഇവിടെ 8:15 ആയതുകൊണ്ട് നമ്മൾ 11:60 നിന്ന് കുറച്ചു. ആൻസർ 3:45. ക്വസ്റ്റ്യന്റെ ആൻസർ 3:45. അപ്പോൾ നമ്മുടെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പുവും അമ്മുവും ഇരട്ടകളാണ്. അപ്പുവിൻ്റെ വയസ്സിനെ അമ്മുവിൻ്റെ വയസ്സ് കൊണ്ട് ഗുണിച്ചാൽ, അപ്പുവിൻ്റെ വയസ്സിനെ അമ്മുവിൻ്റെ വയസ്സ് കൊണ്ട് ഗുണിച്ചാൽ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങിൽ നിന്ന് 4 കുറച്ചത് കിട്ടും. അപ്പോൾ 2 പേരും ഇരട്ടകളാകുമ്പം അവരുടെ വയസ്സുകൾ തുല്യമാവുമല്ലോ. അപ്പുവിൻ്റെ വയസ്സും അമ്മുവിൻ്റെ വയസ്സോടെ ഗുണിക്കുന്നത് അപ്പുവിൻ്റെ വയസ്സിൽ നിന്ന് 4 കുറച്ചതിൽ നിന്ന് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങിൽ നിന്ന് 4 കുറച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത്.
എങ്കിൽ അപ്പുവിൻ്റെ വയസ്സ് അല്ലെങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് രണ്ടുപേരുടെയും വയസ്സ് ഒന്ന് തന്നെയല്ലേ, ആരുടെ ചോദിച്ചാലും ഒരേ കണക്ക് തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരാം. അപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു അവിടെ, അപ്പുവും അമ്മുവും. രണ്ട് പേര് അപ്പുവും അമ്മുവും. അവർ ഇരട്ടകൾ എന്ന് പറയുമ്പം അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും പ്രത്യേകത അപ്പുവും അമ്മുവും ഇരട്ടകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സും അമ്മുവിൻ്റെ വയസ്സും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. രണ്ടുപേരും ഇരട്ടകളായതുകൊണ്ട് അവരുടെ വയസ്സ് തുല്യമായിരിക്കും. അപ്പുവിൻ്റെ വയസ്സിന് എക്സ് എന്ന് എടുത്തു, അമ്മുവിൻ്റെ വയസ്സിന് എക്സ് എന്ന് എടുത്തു. ഇവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് അപ്പുവിൻ്റെ അമ്മുവിൻ്റെ വയസ്സുകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടിൻ്റെയും ഗുണനഫലം എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങിൽ നിന്ന് അപ്പുവിൻ്റെ വയസ്സ് എക്സ് അല്ലേ, എക്സിൻ്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x നിന്ന് എക്സിൻ്റെ 4 മടങ്ങ് 4x നിന്ന് 4 കുറച്ചതിന് തുല്യം. 4x നിന്ന് 4 കുറച്ചതിന് തുല്യം. എന്തോ പറഞ്ഞേക്കുന്നത് ഒന്നുകൂടി, ക്വസ്റ്റ്യൻ ഒന്നുകൂടി. അപ്പുവിൻ്റെ വയസ്സ് എക്സ്, അമ്മുവിൻ്റെ വയസ്സ് എക്സ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഗുണനഫലം എക്സ് ഗുണം എക്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെ വയസ്സിന്റെ എക്സിന്റെ 4 മടങ്ങ്, എക്സിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x, അതിൽ നിന്ന് 4 കുറച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x മൈനസ് 4. ഇനി ഇതിനെ സോൾവ് ചെയ്യാനൊക്കെ നിൽക്കണം. ഇതിനെ ഇപ്പുറം കൊണ്ടൊന്ന് സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആക്കാൻ നിൽക്കാം. അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് 4 ഓപ്ഷൻ ഇല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ എ 2 അല്ലേ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. എക്സിന്റെ സ്ഥാനത്ത് അപ്പുവിന്റെ വയസ്സായതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്തല്ല 2 കൊടുക്കുകയാണ്. ഒന്ന് നോക്കിക്കേ, 2ന്റെ സ്ക്വയർ അപ്പുറത്തും 2 കൊടുക്കുകയാണ്. 4 ഇൻറ്റു 2 മൈനസ് 4. 2ന്റെ സ്ക്വയർ 4 തന്നെ അല്ലേ, ഇസ് ഈക്വൽ ടു 4 ഗുണം 2 8, 8ൽ നിന്ന് 4 കുറയ്ക്കുന്നു. 4 ഇസ് ഈക്വൽ ടു 4 തന്നെ തുല്യമല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് എഴുതി? അപ്പുറം ഇപ്പുറം സെയിം ആയില്ലേ. അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഒന്നുകൂടി നമ്മുടെ ചോദ്യം ഒന്നുകൂടെ നോക്കിയേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അപ്പുവിൻ്റെ വയസ്സ് എക്സ് ആണ്, അമ്മുവിൻ്റെ വയസ്സും എക്സ് ആണ്. കാരണം അവർ ഇരട്ടകളാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും വയസ്സുകൾ തുല്യം. അവരുടെ ഗുണനഫലം, രണ്ടുപേരുടെയും വയസ്സുകളുടെ ഗുണനഫലം എക്സ് ഗുണം എക്സ് എന്ന് പറയുന്നത് അപ്പുവിൻ്റെ വയസ്സിന്റെ എക്സിന്റെ 4 മടങ്ങ്, ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x, അതിൽ നിന്ന് 4 കുറയ്ക്കുന്നതിന് തുല്യം. 4xലെ മൈനസ് 4, എക്സ് ഗുണം എക്സ് സ്ക്വയർ എന്ന് എഴുതി. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x മൈനസ് 4. ഇനി നിങ്ങൾ ചെയ്യേണ്ട രീതി ഈ പ്ലസ് ടൈമിനെയൊക്കെ ഇപ്പുറം കൊണ്ടുവന്ന് ചെയ്യാൻ നമുക്ക്, ഞാൻ അതൊന്നും നിന്നില്ല, നമുക്ക് 4 ഓപ്ഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഏറ്റവും എളുപ്പ രീതി ചെയ്യാനുള്ള രീതി. ഈ എക്സിന്റെ സ്ഥാനത്തോട്ട് 2 കൊടുത്തു നോക്കി, ഫസ്റ്റ് ഓപ്ഷനിലെ 2 കൊടുത്തു നോക്കി. ഇവിടെ 2ന്റെ സ്ക്വയർ ഇപ്പുറത്ത് 4 ഇൻറ്റു 2 മൈനസ് 4. 2ന്റെ സ്ക്വയർ 4, 4 ഇൻറ്റു 2 8, 8ൽ നിന്ന് 4 കുറച്ച് 4. അപ്പുറം ഇപ്പുറം സെയിം തന്നെയാണോ നോക്കുക കിട്ടുന്നത് എങ്കിൽ നമ്മുടെ ആൻസർ ശരിയായിരിക്കും. ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ 2 തന്നെ. കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് മാത്സുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഫയർ വുമൺ എക്സാമിൻ്റെ 10 ചോദ്യങ്ങളും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുമാണ് ചെയ്തത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.